ഇന്നലെ അമ്മായി മോളിൽ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അല്ല, അത് എടുത്തോണ്ട് വന്നപ്പോഴേ എന്റെ ആ ജീൻസ് എങ്ങനെ അതിൽ പെട്ടിട്ടുണ്ടോ? ഇല്ലടേ, ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് എല്ലാം മടക്കി വെച്ച്. അല്ല, നിന്റെ ഡ്രസ്സൊന്നും ഇല്ല. അതല്ല മായി, എന്റെ ഒരു ടോപ്പ് മിസ്സിംഗ് ആയിരുന്നു. പക്ഷെ ടോപ്പ് ഇപ്പൊ കിട്ടി, കാരണം ഞാൻ അലക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ജീൻസ് ഇപ്പോഴും കാണാനില്ല. ഞാൻ അലക്കുകയും ചെയ്തു. അത് അവിടെ എവിടെയെങ്കിലും നോക്ക്, കാണും. ഇല്ലെന്ന്. കാറ്റത്ത് വല്ലതും പറന്നു പോയതായിരിക്കും. ആ സൈഡിൽ അങ്ങനെ നോക്കായിരുന്നില്ലേ? ഞാൻ ടെറസ് മുഴുവൻ അരിച്ചു പറക്കി. അവിടെ എങ്ങും എന്റെ ജീൻസ് ഇല്ല. സൺഷൈഡിൽ വരെ നോക്കിയിട്ടുണ്ട്. പുറത്ത് നോക്കിയോ? ഓ, അവിടെയൊക്കെ നോക്കിയെന്ന് അവിടെ എങ്ങും ഇല്ല. ആ മതിലിന്റെ അപ്പുറത്ത് എടേ, എല്ലായിടത്തും നോക്കിയടേ, അവിടെ എങ്ങും ഇല്ല. ഇത് ജീൻസ് അല്ല, അങ്ങനെ പറന്നൊക്കെ പോവോ? നല്ല കാറ്റുണ്ടായിരുന്നില്ലേ? എന്നാലും അങ്ങനെ കാണാണ്ട് പോവോ? പിന്നെ എന്തോ കാണാത്ത? അരമണിക്കൂറോണ്ട് ഞാൻ ചോദിക്കണം ജീൻസ് കാണാനില്ല, ജീൻസ് കാണാനില്ല എന്ന്. എന്നിട്ട് എന്താ കാണാത്ത? നീ കണ്ടോള ജീൻസ്? ഞാൻ കണ്ടില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ചേച്ചി ചെലപ്പോ ചെന്നൈന്ന് കൊണ്ടുവന്ന് കാണത്തില്ല ജീൻസ്. എന്റെ പൊന്നു പാറു, ഞാൻ ചെന്നൈന്ന് കൊണ്ടുവന്ന് ഞാൻ എന്റെ കൈ കൊണ്ട് ഇവിടെ അലക്കിയിട്ട സാധനമാണ്. അത് എവിടെ പോവാനാ? ചേച്ചിക്ക് തോന്നിയതായിരിക്കും അലക്കിട്ടെന്ന്. അത് ശരിയായിരിക്കും. അതെങ്ങനെ ശരിയായിരിക്കും? എന്റെ അമ്മായി, ഞാൻ ആ ജീൻസ് എടുത്തുകൊണ്ട് വന്ന് അലക്കുന്നതിന് മുന്നേ 2 പോക്കറ്റും തപ്പി നോക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ ഞാൻ തപ്പിയപ്പോഴത്തേക്ക് ഞാൻ ചെന്നൈയിൽ നിന്ന് ഫുഡ് കഴിച്ചൊരു ബില്ല് കിട്ടി. ആ ബില്ല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്താ കഴിച്ചേ? ബീഫാണോ ചിക്കനാണ്? ഇല്ല, 2 ആന മുട്ട. ഇനി വരുമ്പോ ഞാൻ കൊണ്ടുതരാം. ഓക്കെ, എന്തൊക്കെ അറിയണം? ആന കാര്യം പറയുമ്പോഴാ ചേനക്കാര്യം. ഇനി ഏത് സമയം നോക്കിയാലും എല്ലാം കൂടെ വർത്താനം മാത്രമേ ഉള്ളൂ. വർത്താനത്തിന്റെ ഇടയ്ക്ക് എല്ലാം കൂടെ അടി വെക്കുന്നതും കാണാം. എന്തൊരു കഷ്ടമായത്. അമ്മൂമ്മ എന്തിനാ അമ്മൂമ്മ ഈ ഡയലോഗ് പറയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിന്ന് ചാടി ഇങ്ങോട്ട് വരുന്നേ? എന്നാ പിന്നെ ഇത് അവിടെ തന്നെ എന്ന് പറഞ്ഞാ പോരെ, ഞങ്ങൾ കേൾക്കൂലേ? എങ്ങനെ വരാതിരിക്കും? മനസമാധാനമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കണ്ട നീയൊക്കെ. അമ്മൂമ്മ പറഞ്ഞു ശരിയാ. ചിലവരുടെ സ്വഭാവം നിക്കുന്ന നിപ്പിലല്ലേ മാറുന്നേ. ആ, അടുത്ത ആള് ചൊറിഞ്ഞു തുടങ്ങിയല്ലോ. എന്റെ അമ്മായി, എനിക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ? അബദ്ധങ്ങൾ മാത്രം പറ്റുന്നോണ്ട് അതിൽ ഏത് അബദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. ഇത് ചെറുതാണെന്നൊക്കെ വിചാരിച്ച് ഇതിനെ വെറുതെ വിടുന്നതാണ് എനിക്ക് പറ്റുന്ന അബദ്ധം. അമ്മൂമ്മ എന്നെ വിളിക്കണ്ട. അയ്യേ, ചേച്ചി ചമ്മിപ്പി. മിണ്ടായിരുന്നോട്ടോ, അല്ലെങ്കിൽ ഞാൻ ചമ്മന്തിയാക്കും. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ഒരുത്തി ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് കാണാനില്ല, ഡ്രസ്സ് കാണാനില്ല എന്ന്. ഒന്നും മൈൻഡ് ചെയ്യടേ ആരെങ്കിലും. ഓ, ഇനി നിന്റെ ഡ്രസ്സ് കാണാത്തതിന്റെ പേരിൽ ഞങ്ങൾ എന്താ നെഞ്ചത്തിരിച്ച് കരയണോ? എടാ, അവിടെ കാര്യം നോക്കണേ. വേണ്ട, കരയണ്ട. ഇവിടെ ആരും ഒന്നും ചെയ്യാൻ വേണ്ട. എല്ലാവരും കേട്ടോണം, ഞാൻ ചെന്നൈയിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അലക്കിയിട്ട എന്റെ ജീൻസ് ആണ് കാണാണ്ട് പോയത്. അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ പലവരുടെയും ഡ്രസ്സ് കാണാണ്ട് പോവും. അതെന്ത് വർത്താനം അത്? ആ, ഇതന്യായം. என்ன இங்க பிரச்சனை? അയ്യോ, നിലവിൽ ഒരു പ്രശ്നേ ഇല്ല. ഇനിയിപ്പോ എല്ലാരും കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അത് തന്നെ, എല്ലാരും അവരവരുടെ കാര്യം നോക്കി പോയേ. അതന്നെ, ചേച്ചി അടുക്കള പോ. എന്റെ ഡ്രസ്സ് ആരോ മനഃപൂർവ്വം എന്നെ കളിപ്പിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇവിടെ എല്ലാവരും ചെവി നുള്ളിക്കോ. ജീൻസ് കിട്ടിയില്ലെങ്കിലാണ് എന്റെ തനി സ്വഭാവം ഇവിടെ എല്ലാവരും അറിയാൻ പോകുന്നത്. അതാരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുക്ക വെക്ക്, അല്ലെങ്കിൽ മനുഷ്യർ ചെവിതല തരത്തില്ല. ആ, ഞാൻ എടുത്തു. എനിക്ക് ഇടാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ എടുത്ത് കൊടുത്തോടെ. വലിയ ചോറെണ്ണം ഞാൻ അങ്ങ് വെച്ചുതരും കേട്ടാ. ഞാൻ എന്നാ പിന്നെ വല്ല കുഴിപ്പുറത്തും പോവുകയാണെങ്കിൽ സമാധാനം വേണം. എന്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ട. ഒരു തരത്തിലും ഒരു സമാധാനം തരത്തില്ല. എങ്ങനെ ഇവിടെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കിച്ചണിലോട്ടാണോ? ആ, അതെ. ആ, ഞാനും പറഞ്ഞ. பாரு, இவங்க எந்த ட்ரெஸ் பத்தி பேசிட்டு இருக்காங்க? ചേച്ചി ചെന്നൈന്ന് വന്നപ്പോ ഒരു ജീൻസ് കൊണ്ടുവന്നു. അത് കാണാതെ. ஜீன்ஸா? അത് ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ? என்ன கலர் பாரு அது? ബ്ലൂ കളറാണെന്ന് തോന്നുന്നു. ப்ளூனா லைட் ப்ளூவா டார்க் ப்ளூவா? ഡാർക്ക് ബ്ലൂ. ഒരു കീറി പറഞ്ഞ മോഡലാണ്. ഇത് കാണാതെ പോയത് തന്നെ നല്ലത്.